9th സ്റ്റാൻഡേർഡ് മാത്സ് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഡയമീറ്റർ 10 ആകുമ്പോൾ പെരിമീറ്റർ എന്തായിരിക്കും? 10 പൈ ആയിരിക്കും. കാരണം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പൈ ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളിനോമിയൽ? പോളിനോമിയൽ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ പോളിനോമിയൽ ആവാതിരിക്കാൻ റൂട്ട് വരാൻ പാടില്ല. പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ റൂട്ട് 2 മാത്രമേ റൂട്ടിൻ്റെ ഉള്ളിലുള്ളൂ, എക്സ് പുറത്താണുള്ളത്. അപ്പോൾ ഇത് പോളിനോമിയലാണ്. x² + 2x ഇത് പോളിനോമിയലാണ്. പിന്നെ ഡിനോമിനേറ്ററിൽ എക്സ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ മൂന്നാമത്തെയാണ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ല, ഇത് പോളിനോമിയലാണ്. റൂട്ട് വന്നാൽ പോളിനോമിയൽ അല്ല, പക്ഷേ ഇത് റൂട്ട് 2 മാത്രമേ റൂട്ടിൻ്റെ ഉള്ളിലുള്ളൂ. കേട്ടോ, അതൊന്ന് പ്രത്യേകം നോക്കണം. റൂട്ടിൻ്റെ ഉള്ളിൽ ഈ 2x എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത് പോളിനോമിയൽ അല്ല. റൂട്ട് 2 മാത്രമേ റൂട്ടിൻ്റെ ഉള്ളിലുള്ളൂ, എക്സ് പുറത്തുള്ളത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് -4 and 14 ഓൺ എ നമ്പർ ലൈൻ? നമ്പർ ലൈനിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് 14 - -4 ആണ്. ആൻസർ എന്ത് വരും? 18 വരും. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 12. റൂട്ട് 12ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 × 3 ആണ്. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 7/10. 7/10ൻ്റെ 0.7. 7/25. 25ന് എന്ത് ചെയ്യും? 7/5 × 5 എന്നാക്കും 25ന്. അപ്പോൾ 2 5 ഇവിടെ ഉള്ളതുകൊണ്ട് 2 2 കൂട്ടി എഴുതും. ആ 2 2 എവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എഴുതണം. അങ്ങനെ അതിൻ്റെ ആൻസർ 28/100 കിട്ടും. 0.28 ആണ് ആൻസർ വരിക. 7/9 എന്ന് പറയുമ്പോൾ 0.777. 4/9 ആണെങ്കിൽ 0.444. If x = 5 and y = -3, what is mod x + y? mod x + y എന്ന് പറയുമ്പോൾ 5 + ഇവിടെ -3 ആണ്. അപ്പോൾ 5 + -3 = 5 - 3 = 2 ആണ് ആൻസർ വരിക. പിന്നെ mod x എന്ന് പറയുമ്പോൾ mod 5 ആണ്, 5 തന്നെ വരും. mod y എന്ന് പറയുമ്പോൾ mod y -3 ആണ്, 3 തന്നെ വരും. അടുത്തത് റൈറ്റ് 2 നമ്പേഴ്സ് x and y സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ mod x + y = mod x + mod y. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ 2 നമ്പറും നെഗറ്റീവോ 2 നമ്പറോ പോസിറ്റീവോ എടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 14 പൈ. വാട്ട് ഈസ് റേഡിയസ്? നമുക്കറിയാം പെരിമീറ്റർ 14 പൈ ആകുമ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് വ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 14 ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ ഡി പൈ എന്നാണ്, അല്ലെ? പൈ ഡി എന്നാണ്. അപ്പോൾ ഡി ഒരുമിച്ചിട്ട് പെരിമീറ്റർ ആകുമ്പോൾ പൈൻ്റെ കൂടിയുള്ള നമ്പറാണ് വ്യാസം ഡയമീറ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഡി ആണ് 14, 6 7 കിട്ടും. ഏരിയ എന്ന് പറയുമ്പോൾ πr², പൈ × 7² 49 പൈ എന്ന് കിട്ടും. കൺസിഡർ ദ പോളിനോമിയൽ p of x = x² - 5x + 10. ഫൈൻഡ് p of 2. p of 2 എന്നുള്ള വാല്യൂ കൊടുത്തത് 4 കിട്ടും. p of -2 കൊടുത്തു കഴിഞ്ഞാൽ 24 കിട്ടും. ഡ്രോ സ്ക്വയർ ഓഫ് ഏരിയ 13 വരണ്ടെങ്കിൽ 13 = 7² - 6² ആണ്. അതായത് അടുത്തടുത്തുള്ള 2 നമ്പറിൻ്റെ ഡിഫറൻസ് പവറായിട്ട് എഴുതാൻ പറ്റുന്ന ഓഡ് നമ്പർ. ഏത് ഓഡ് നമ്പർ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും? 11 ആണെങ്കിൽ 6² - 5² ആണ്. 13 ആണെങ്കിൽ 7² - 6². ആദ്യം വെറുതെ ഒരു വര വരയുക. അതിന് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. 13 സ്ക്വയർ വരുന്ന ഏരിയ വരുന്ന സ്ക്വയർ വരയാൻ വേണ്ടിയിട്ടുള്ള പിക്ചർ. ആദ്യം വെറുതെ ഒരു വര വരഞ്ഞ് കുത്തനെ 6 എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ചെരിഞ്ഞ വര 7 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ കിട്ടുന്ന താഴത്തെ ലെങ്ത് എന്തായിരിക്കും? റൂട്ട് 13 ആയിരിക്കും. സൈഡ് റൂട്ട് 13 ആണ്. ആ റൂട്ട് 13 അളവ് വെച്ചിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ നിർമ്മിക്കുക. വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് PQR AB 10, AC 8 ആൻഡ് BC 6, PQ 4. തന്നിരിക്കുന്ന ഫിഗർ നോക്കുക. തന്നിരിക്കുന്ന ഫിഗറിൽ റൈറ്റ് ട്രയാങ്കിൾ ഇതാണ്. അതിൽ AB എന്ന് പറയുന്നതും 8, AC 8 തന്നിട്ടുണ്ട്, BC 6 തന്നിട്ടുണ്ട്, AB 10 ആണ് തന്നിട്ടുള്ളത്. അതിൽ തന്നിരിക്കുന്ന സൈഡ് നോക്കുക. ആംഗിൾ പിയും ആംഗിൾ സിയും ആണ് ഈക്വൽ. ആംഗിൾ പിയും ആംഗിൾ സിയും ആണ് സെയിം ആയിട്ടുള്ളത്. പിന്നെ ആംഗിൾ ക്യൂവും ആംഗിൾ എയും ആംഗിൾ എയും ക്യൂ ആണ് സെയിം ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ആറും ബിയും ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സൈഡിൽ ഇവിടെ നമുക്ക് ഒരു PQ 4 ആണ് തന്നിട്ടുള്ളത്. 6ൻ്റെ ഇപ്പോൾ PQ 4 എന്ന് പറയുന്നത് ഇവിടെ 8, ബീൻ്റെ ഓപ്പോസിറ്റ് ആണ് 6 എന്ന് പറയുന്നത്. കണ്ടില്ലേ? R = B ആണ്. അപ്പോൾ 6ഉം ബിയും സെയിം ആണ്. 6ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ബീൻ്റെ ഓപ്പോസിറ്റ് 8 ഉണ്ട്. അതായത് എല്ലാ നമ്പറും എന്താണ്? പകുതിയാണ് ഉണ്ടാവുക. വാട്ട് ഈസ് ദ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ 1/2 ആണ് വരിക. ഫൈൻഡ് ലെങ്ത് ഓഫ് അതർ 2 സൈഡ്സ്. 3 4 5 ആണ് അതിൻ്റെ. അതായത് 8 6 8 10 ആകുമ്പോഴത് 3 4 5 ആയിട്ട് മാറും. ആൻസർ any 8 questions from 11 to 21. Each carries 4 mark. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
The price of 3 pens and 4 notebook is 63 rupees. For pen and 3 notebook is 66 rupees. Find the price of each. അതിൻ്റെ ആൻസർ 3x + 4y = 63 എന്നും 6x + 3y = 66 എന്നും എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷനിലും എക്സ് മാറ്റാണ്. അപ്പോൾ എക്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇക്വേഷന് 3 കൊണ്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ 3 ആണ്, അപ്പോൾ 3 × 2 ആണ് 6 വരും. അപ്പോൾ ഇത് ഫുള്ളും 1നെ ഫുള്ളും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1നെ ഫുള്ളും കാണുമ്പോൾ ഇവിടെ 6x വരും, 4ൻ്റെ 8y വരും, 63ൻ്റെ 126 വരും. അങ്ങനെ പുതിയൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ 3ന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 5y = 60 കിട്ടും. അങ്ങനെ y 12 കിട്ടും. അതിൻ്റെ വാല്യൂ 12 സബ്സ്റ്റിറ്റ്യൂഷൻ 1ൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 5 എന്നും കിട്ടും. The area of a square ABCD is 32 cm² and the area of APQR is 8. അപ്പോൾ നമുക്ക് നോക്കിയാൽ വലിയ സ്ക്വയറിൻ്റെ ഏരിയ 32 എന്നും ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 8 എന്നുമാണ് ഉള്ളത്. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √32 കിട്ടുക. അതായത് ഏരിയ 32 ആണെങ്കിൽ സൈഡ് √32 ആയിരിക്കും. സ്ക്വയറിൻ്റെത് 8 ഏരിയ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും √8 ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തം ലൈൻ, അതായത് ഇവിടെ നോക്കേണ്ടത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബാക്കി ഭാഗത്തിൻ്റെ ഏരിയ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB കറക്റ്റ് 2 സെൻറ്റിമീറ്റേഴ്സ്. നമുക്കത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് APQR കിട്ടി. APQRൻ്റെ സൈഡ് √8 ആണ്. ഫൈൻഡ് ദ ലെങ്ത് PB കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ്. PB കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, AB അതായത് √32 കുറക്കണം, √8 ആണ്. √32 √8 കുറക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിനെ 32 എന്നുള്ളതിനെ 16 × 2 ആക്കി മാറ്റുക. 18 എന്ത് ചെയ്യുക, 4 × 2 ആക്കി മാറ്റാം. 16ൻ്റെ √4 ആണ്, 4ൻ്റെ √2 ആണ്. അങ്ങനെ 4√2 - 2√2 കിട്ടും. അങ്ങനെ 2√2 ആണ് ആൻസർ വരിക. The length of a rectangle is 2 cm less than 3 times of its breadth. Length of a rectangle is 2 cm less than 3 times its. അപ്പോൾ 3x breadth x എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. If the breadth is x, what is the length in terms of x? 3 മടങ്ങിൽ നിന്ന് 1 കുറഞ്ഞപ്പോൾ 3x - 2 വരും. Taking its perimeter P of x. P of x കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, x + 3x - 2 x + 3x - 2 രണ്ടോട്ടം സൈഡ് ലെങ്ത്തും രണ്ടോട്ടം ബ്രെഡ്ത്തും ആഡ് ചെയ്യാം. 8x - 4 കിട്ടും. ടേക്കിംഗ് ഏരിയ A of x. A of x എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. A of x = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 3x² - 2x കിട്ടും. ഇൻ ദ ഫിഗർ O is the center of the circle. PQ = 32. PQ എന്ന് പറയുമ്പോൾ PQ 32 ആണ്. PQ 32 ആകുമ്പം PM 16 ആയിരിക്കും, MQ 16 ആയിരിക്കും. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ OM പറഞ്ഞിട്ടുണ്ട്. ഇത് 12 എന്ന് പറഞ്ഞിട്ട് കുത്തനെയുള്ള വരെ 12 ആണ്, ഇവിടെ 16 ആണ്. അപ്പോൾ 16² + 12² ആണ് വരിക. കാരണം ഈ OP യോജിച്ചാൽ അത് ഹൈപ്പട്ന്യൂസ് ആയിരിക്കും. അതായിരിക്കും ഈ റേഡിയസ് എന്ന് പറയുന്നതാണ് ഹൈപ്പട്ന്യൂസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് PM² + OM² എഴുതുക. അപ്പോൾ കണ്ടിട്ടാകുമ്പോൾ അത് √400 വരും. √400 = 20 എന്ന് വരും. കമ്പ്യൂട്ടർ ദ ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ എന്ന് കാണേണ്ട ഇക്വേഷൻ πr² ആണ്. റേഡിയസ് ഇവിടെ 20 കിട്ടിയിരുന്നു. അപ്പോൾ 20² 400 π എന്ന് കിട്ടും. ഇൻ ദ ഫിഗർ ആംഗിൾ A = ആംഗിൾ P. റൈറ്റ് ദ ഈക്വൽ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് PQC. അപ്പോൾ ഇവിടെ രണ്ട് ഫിഗർ ഉണ്ട്. PQC എന്ന് പറഞ്ഞിട്ടുള്ളതും ABC എന്നുള്ള രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അതിലുള്ള ഈക്വൽ ആംഗിൾ. അപ്പോൾ നമുക്ക് ഇതും സെയിം ആയിരിക്കും. പിന്നെ സാധാരണ രീതിയിൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ വരുന്നതിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ആംഗിൾ Aയും ആംഗിൾ P എന്നും സെയിം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ P = ആംഗിൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുമാണ് സെയിം ആയിട്ട് കിട്ടുക. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആംഗിൾ Aയും ആംഗിൾ Pയും, അതായത് ഇതും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതും ഇപ്പുറത്തതും സെയിം ആയിരിക്കും. കാരണം ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇത് രണ്ടും എപ്പോഴും സെയിം ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെ QC/BC = PC/AC കിട്ടും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഇൻറ്റു ഉള്ള ആൻസറും കൂടെ വരും. ഇതിങ്ങോട്ട് AQ/ ഇതിങ്ങോട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ AC/QC, ACയും ഇതും ഇൻറ്റു ചെയ്യുക. ഇതിങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുക. അപ്പോൾ AC/QC = ഇതിങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്താൽ BCയും PCയും കിട്ടും. ഇൻ ദ ഫിഗർ 3 ഈക്വൽ സെക്ടേഴ്സ് ആർ ഡ്രോൺ ഫ്രം ദ വെർട്ടിസ് ഓഫ് എൻ ഈക്വൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 12 സെൻറ്റിമീറ്റർ. എല്ലാ സൈഡും 12 ആയിട്ടുള്ളതിൽ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ മൊത്തം 12 ആണ്. അപ്പോൾ 6 ആണ്. അപ്പോൾ ഇത് 6 ആണ്, ഇവിടെയും 6 ആണ്, റേഡിയസ് 6 ആണ്. അപ്പം നമ്മൾ എന്ത് കാണണം, ആദ്യം ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. √3/4 A² ആണ്. √3/4 12 ആണ് സൈഡ്. അപ്പോൾ 12² വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. √3/4 12 144.
അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏരിയ ഓഫ് 3 സെക്ടർ 1, 2, 3 സെയിം ആണ്. അപ്പോൾ ഈ 3 സെക്ടറും എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 3 നമ്പറും സബ്ട്രാക്ട് ചെയ്യാൻ ഒരെണ്ണത്തിൻ്റെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ r² ഇൻറ്റു x/360 ആണ്. അപ്പോൾ ഇൻറ്റു r² ആണ്. 6² ഇൻറ്റു എന്നാണ് വരിക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6² ഇവിടെ 6² 36 അപ്പോൾ ഈ 6² ഈ 36 കട്ടായി പോകും. പിന്നെ ഈ 0 പോകും. അത് 6π എന്നാണ് ആൻസർ വരിക. π/6 അല്ല 6π. അപ്പോൾ ഇതിൻ്റെ അകത്ത് 36√3 6π മൈനസ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ട, ഏരിയ ഓഫ് 3 സെക്ടർ ആണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക, ഒരു സെക്ടറല്ല 3 സെക്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 3π ഏരിയ ഓഫ് 3 സെക്ടർ ആണ്. അപ്പോൾ 3πr². നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ്, അതായത് ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കിവിടെ 36. ആ 36 കിട്ടുന്നതും കൂടെ നോക്കാം. ഇവിടെ 4 3s ആണ് 12. അപ്പോൾ 3 × 12 36 ആണ് കിട്ടുക. 36√3 കിട്ടും. പിന്നെ 3 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3πr² ഇൻറ്റു x/360 ആണ്. എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഇവിടെ 6² 36, ഈ താഴെയിലെ 360ൻ്റെ 36 പോകും. പിന്നെ 0 പോയിട്ട് ഇവിടെ 6π ഉണ്ടാവും. 6πൻ്റെ കൂടെ 3 കൂടി ഇൻറ്റു ചെയ്യാം. അപ്പോൾ അത് 18π എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ 36√3 മൈനസ് 18π എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. ഇനി വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 8 cm ആൻഡ് ദ ആംഗിൾ ഇറ്റ്സ് എൻഡ്സ് മെഷർ 40 and 60. വാട്ട് ഈസ് ദ മെഷർ ഓഫ് തേർഡ് ആംഗിൾ? അപ്പോൾ ഇത് 40ഉം 60ഉം ആകുമ്പം 100ആയി. അപ്പോൾ പിന്നെ മൂന്നാമത്തത് 80 ആയിരിക്കും. ഡ്രോ ഇറ്റ്സ് ട്രയാങ്കിൾ വിത്ത് കറക്റ്റ് സെൻറ്റിമീറ്റർ. ആദ്യം 8 സെൻറ്റിമീറ്റർ എടുക്കാം. രണ്ട് ഭാഗത്തുനിന്നും 40ഉം 60ഉം എടുത്തിട്ട് വരക്കാം. ഇനി ആ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞു. ഡ്രോ ട്രയാങ്കിൾ വിത്ത് സെയിം ആംഗിൾസ് ബട്ട് സൈഡ് സ്കെയിൽഡ് ബൈ 1.5 ടൈംസ്. എന്ത് ചെയ്യുക, 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സൈഡ് നമുക്ക് തന്നിട്ടുള്ള 8 ആണ്. 8ന് പകരം 12 ആക്കാം. 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനോട് അതിൻ്റെ പകുതിയും കൂടെ കൂട്ടിയാലാണ് കിട്ടുക. അപ്പം നമ്മൾ ആദ്യം 8 വരഞ്ഞിട്ട് ഇവിടെ നിന്ന് 40ഉം ഇവിടെ നിന്ന് 60ഉം എടുത്തൊരു പിക്ചർ ഉണ്ടാവും. അതിനകത്ത് വേണമെങ്കിൽ നമുക്കിത് ഈ 8 എന്നുള്ളത് ഇവിടെ തന്നെ കൂട്ടി കൊടുത്താൽ മതി. ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ആംഗിൾ മാറ്റിയിട്ട് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറി വരും. ഇതിങ്ങോട്ടേക്ക് വന്നിട്ട് ഫിഗർ സ്കെയിലായിട്ട് മാറും. ഇനി അങ്ങനെ വേണമെന്നില്ല, വേറെ തന്നെ എന്ത് ചെയ്യാം, 12 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് 40 ഡിഗ്രി ഇവിടുന്ന് 60 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ പുതിയ പിക്ചറാവും. പ്രൂവ് ദാറ്റ് ഇഫ് പെർപെൻഡിക്കുലർ സൈഡ് h ഫ്രം ദ സ്ക്വയർ കറക്റ്റ് ടു റൈറ്റ് ട്രയാങ്കിൾ ഡിവൈഡഡ് the opposite side into parts of length a and b, then h² equal to ab. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇത് ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഭാഗിച്ചിട്ട് ഇവിടെ എച്ചും ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആയിട്ടൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ആൻസേഴ്സൊക്കെ ചെയ്ത് പഠിക്കാം. ഇൻ ദ ഫിഗർ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് √2+ മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് √2 - 1. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഏരിയ കാണുമ്പോൾ ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക വേണ്ടത്. അപ്പോൾ അത് a + b × a - b എന്നുള്ള രീതിയോ a + b × a + b × a - b എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞതാണ്. a + b × a - b എന്ന് പറഞ്ഞാൽ a² - 1² ആണ്. അപ്പോൾ √2 + 1 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. √2 + 1 ഇൻറ്റു √2 - 1 ആകുമ്പോൾ √2² - 1² എന്ന്. √2ൻ്റെ സ്ക്വയർ 2 ആണ്. 2 - 1 വരും. അപ്പോൾ 1 ആണ് ആൻസർ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ് വരിക. If area of rectangle is 1, then its length is 2 + √3 meter. Find its breadth. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇതിൻ്റെ ബ്രെഡ്ത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി മൈനസ് ഇട്ട് കൊടുക്കുക. 2 - √3 ആയിരിക്കും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഓക്കെ, ബൈ.